അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പുട്ടാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് ചെറിയൊരു മസാല ഉണ്ടാക്കണം. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് ഒണിയനും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മീൻ പൊരിച്ച എണ്ണയാണ്, അതുകൊണ്ടാണ് ആ മസാല ഓൾറെഡി ഉള്ളത്. അപ്പോൾ വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് അത് എടുത്തതാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ചോ ചേർക്കുന്നുള്ളൂ, കാരണം നമ്മളെ യൂസ് ചെയ്യുന്നത് ഫിഷിൻ്റെ എഗ്ഗാണ്. അപ്പോൾ അധികം മസാല ആവശ്യമില്ല. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് മാത്രം ചേർക്കുകയാണ്. പിന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കറി ലീവ്സ് കുറച്ച് ഇടുന്നുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞ മസാല കുറച്ച് മസാലപ്പൊടിയാണ്, മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയും ചേർന്നതാണ്. പിന്നെ കുറച്ച് കുരുമുളകും അതിന് ശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഒന്ന് ക്ലിയറായി വരുമ്പോൾ ഇത്തിരി നാരങ്ങ ജ്യൂസും കൂടിയും ചേർത്ത് ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പം അധികം വറ്റിച്ചെടുക്കാനൊന്നുമില്ല, അധികവും ഓയിലാണ്. എന്നാലും ഒന്ന് മസാലയും കാര്യങ്ങളൊക്കെ ആ പച്ചമണവും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം നമ്മൾ കുറച്ച് സാൾട്ട് ഇടുന്നുണ്ട്. സാൾട്ട് ഇടാൻ മറന്നു പോയതാണ്. അപ്പോൾ സാൾട്ടും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ സ്പെഷ്യൽ എഗ്ഗ്, അതായത് ഫിഷ് എഗ്ഗ്, സംഗതി എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഡാമിൽ നിന്ന് പിടിച്ച മീനിൻ്റെ എഗ്ഗാണ്. അപ്പോൾ നമ്മളത് പൊട്ടിച്ചിട്ട് മുഴുവൻ മീൻസ് വാഷ് ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ പുറം കവർ മുറിച്ചിട്ട് ക്ലീൻ ചെയ്തില്ല, കാരണം അപ്പോൾ മൊത്തം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് പുറം ഭാഗം നല്ലതുപോലെയൊക്കെ കഴുകിയതിന് ശേഷമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നല്ലപോലെ ഇളക്കി പൊട്ടിച്ച് മൊത്തം ഇതൊന്ന് പൊട്ടിച്ച് കൊടുക്കുക. അപ്പം ഏകദേശം നമ്മുടെ കോഴിമുട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല മഞ്ഞ കളറിൽ വരും. ഇനി ശേഷം നമുക്ക് പുട്ടാണ് ഉണ്ടാക്കേണ്ടത്. പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ കുറച്ച് തേങ്ങയും അതിനുശേഷം കുറച്ച് അരിപ്പൊടിയും ഇടുക. അതിനുശേഷം നമ്മുടെ സ്പെഷ്യൽ എഗ്ഗ് മസാല, അതായത് എഗ്ഗ് മസാല എന്ന് ഉദ്ദേശിക്കുന്നത് ഫിഷ് എഗ്ഗ് മസാല, അത് നടുവിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും അരിപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് കവറപ്പ് ചെയ്യുക. വേണമെങ്കിൽ മുകൾ ഭാഗത്ത് കുറച്ച് തേങ്ങ വേണം ഇട്ട് കൊടുക്കുക, ഒരു ടേസ്റ്റും കാര്യങ്ങൾക്കുമാണ്. അപ്പോൾ യാസ് യൂഷ്വൽ നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന എല്ലാ ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു 5-10 മിനിറ്റിന് ശേഷം ആവി വരും, ക്ലിയർ ആവും. അതിനുശേഷം നമുക്ക് ഈ സ്പെഷ്യൽ എഗ്ഗ് പുട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. സംഗതി അത്ര വലിയ ടേസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും നമുക്കൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. സാധാരണ ഈ ഫിഷ് എഗ്ഗ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ രാവിലെ ഈ പുട്ടിൻ്റെ കോമ്പിനേഷനും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ പുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ചേർത്തുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടിയും പുട്ടിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് ഒന്നും കൂടി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമൻറ്റോ ഒരു ലൈക്കും ആഡ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.